വെൽക്കം ടു ടെറസ്ട്രിയൽ എക്കോസ്. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പം ഞാൻ പൊങ്കാല ഇടാൻ പോയില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു റിലേറ്റീവ് പ്രസവിച്ച കാരണം പൊങ്കാല ഇട്ടില്ല. അപ്പോൾ ഇന്നിപ്പം വീട്ടിൽ തന്നെ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പാൽപ്പായസമാണ്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ പാൽപ്പായസമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്: പാല്, അരി, ഏലക്ക, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പഞ്ചസാര. ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം ഞാൻ ചമ്പ പച്ചരി ഒരു 150 ഗ്രാം എടുത്തിട്ടുള്ളൂ. ഇത് പച്ചരി നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലങ്ങ് കുതിരാനിടുക. ആ സമയം കൊണ്ട് പാല് തിളപ്പിച്ചെടുക്കാം. ഒരു മില്ലി പാത്രമാണ്. അപ്പോൾ അത് നിറച്ച് പാലുണ്ട്. ഞാൻ ഉരുളി എടുത്തുകയാണ്. ഞാൻ ഇതിലോട്ട് പാലൊഴിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പം 1 ലിറ്റർ പാലേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ബാക്കി 1 ലിറ്റർ ബാക്കി വച്ചേക്കാണ്. അവസാനം അതെല്ലാം വെന്ത് കഴിഞ്ഞ് അവസാനം ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഒഴിക്കാനായിട്ട് വെച്ചേക്കാം. ഇത്രയും പാല് ഞാൻ മാറ്റി വെച്ചേക്കണം അവസാനം ഒഴിക്കാൻ. അപ്പോൾ തന്നെ ഈക്വൽ എമൗണ്ട്, ഇപ്പോൾ ഏകദേശം 1 ലിറ്ററോളം പാലൊഴിച്ചു, ഒരു ലിറ്ററോളം തന്നെ വെള്ളവും ഒഴിച്ചു. ഇതിനി ഒന്ന് തിളയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു വൃത്തിയുള്ള തവിനൊക്കെ ഉപയോഗിക്കുന്ന കറികൾ അതിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. പാല് പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാല് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂടായിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇടാം. ഈ അമ്പലപ്പുല പാൽപ്പായസമൊക്കെ നമ്മൾ ഈ ഒരു ഒഴിച്ചിരിക്കുന്നതിൻ്റെ ഒരു ആകുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം അതിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിപ്പം ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പഞ്ചസാര ഇടാനുണ്ട്. ഞാൻ ആദ്യത്തെ ഇതിൽ കാണിച്ചിട്ടില്ല. പഞ്ചസാര ഇതെല്ലാം അരി വെന്ത് കഴിഞ്ഞ ശേഷമേ നമ്മൾ പഞ്ചസാരയൊക്കെ ഇടുകയുള്ളൂ. കാരണം പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് അരി വേവ് കുറയും. അത് കാരണം പഞ്ചസാര നമ്മൾ ഇത് നന്നായിട്ട് അരി ഇട്ട് അത് നല്ല വെന്ത് കുറുകി കഴിഞ്ഞ ശേഷമേ നമ്മൾ ഇത് ഇടാറുള്ളൂ. ഇങ്ങനെ ഒരു ഇടതലവില്ലാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടെ ഒന്ന് തിളക്കട്ടെ. തിള ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇടാം. പാലിന് ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഇനി ഞാൻ അതിലോട്ട് ഇപ്പം ഞാൻ ഈ പാല് ഒഴിച്ചു കഴിഞ്ഞ് 15 മിനിറ്റോളം ആയിക്കഴിഞ്ഞു. ഇവിടെ പാല് നന്നിട്ട് തിളച്ച് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇതിലോട്ട് നമ്മുടെ അരി ഇടുവാണ്. കുതിരാൻ വെച്ച അരി മുഴുവനും ഇടുക. ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഈ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇളക്കി അതുപോലെ ചൂട് സിമ്മിലങ്ങ് ഇട്ടാൽ മതി. സിമ്മിലിട്ട് അതിങ്ങനെ നല്ലതായിട്ട് തിളച്ച് വരണം, വെന്ത് വരണം. അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു സ്പൂണ് താഴെയൊന്നും പാലൊന്നും സ്പില്ലാതിരിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വൃത്തികേടാകാതെയൊക്കെ ഇരിക്കും. കുറച്ചുകൂടെ വേകാനുണ്ട്. കുറേ വെന്തിട്ടുണ്ട്. പക്ഷെ നല്ല വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ പഞ്ചസാരയൊക്കെ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ അരി വേകാതെ കിടക്കും. അരി കുറച്ചും കൂടെ വേകാനുണ്ട്. നമുക്ക് ഈ ഒരു എന്ന് പറയുന്നത് വെന്ത് ഞാൻ ഈ അരി ഒന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യാണ് വെന്തോ ഇല്ലയെന്ന്. ഈ ഒരു പരിവായിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വെന്ത് ചേരാനുണ്ട്. വെന്തില്ല എന്നാണ് വെന്തു, പക്ഷെ അത് നന്നായിട്ട് വേകാനുണ്ട്. അപ്പം ഇനി വെള്ളം ഇതുപോലെ നന്നായിട്ട് അടി പിടിക്കാതെ ഇങ്ങനെ ഇടയ്ക്കൊണ്ടിരിക്കുക. കുറേ കൂടെ വെന്ത് നല്ല കുറുക നല്ല ഒരു വാസന വരുന്നുണ്ട്. നല്ല കുറുകി നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാനുള്ള ഒരു സമയമായി. കുറച്ച് ഏലവും പഞ്ചസാരകൾ പൊടിച്ചതും കൂടെ ഇടുവാണേ, മണം വരാൻ വേണ്ടി. അപ്പോൾ ശരിക്കും പാൽപ്പായസത്തിൽ നമ്മൾ ഏലക്കയോ അണ്ടിപ്പരിപ്പൊന്നും ഇടേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതല്ലാതെ കുറുകി റോസ് കളർ വരുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നെയ്യിലൊക്കെ ഒന്ന് വറുത്തിടാം.
നെയ്യ് ചൂടായി കഴിഞ്ഞ് ബീഫ് കുറച്ച് മുറിഞ്ഞും കൂടി ഇട്ട് വറുത്തെടുക്കുകയാണ്. പായസത്തിലോട്ട് പാൽപ്പായസത്തിന് ചെറുകൂടെ കണ്ടുകൊണ്ട് ചേർന്നും തന്നിടാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. എനിക്ക് പാൽപ്പായസത്തിലൊക്കെ ഇടാൻ ഇഷ്ടമാണ്. അതാണ് ഞാൻ ഇത് നമ്മുടെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് സെർവ് ചെയ്യാൻ പോവുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്, റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.